നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വരുന്ന മാർച്ച് 26 വരെ മീനം രാശിയിൽ ശുക്രനും ശനിയും യോഗം ചെയ്യുന്നു. ശുക്രന്റെ ഉച്ചരാശിയാണ് മീനം. അതിനാൽ തന്നെ ശുക്രന്റെയും ശനിയുടെയും യോഗം എല്ലാ രാശിക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. ലൗകിക സുഖങ്ങളുടെയും ആഡംബരത്തിന്റെയും പ്രതീകമായ ശുക്രനും കർമ്മഫലദാതാവായ ശനിയും വ്യാഴത്തിന്റെ രാശിയിൽ യോഗം ചെയ്യുമ്പോൾ എന്തൊക്കെ ജ്യോതിഷ ഫലങ്ങളാണ് മകരം, കുംഭം, മീനം എന്നീ രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിലാദ്യമായി മീനക്കൂറുകാരായ പൂരുരുട്ടാതി അവസാന പാദക്കാർ, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് മാർച്ച് 26 വരെയുള്ള കാലയളവ് വളരെ ഗുണപ്രദമാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ യോഗം നടക്കുന്നത് അവരുടെ ജന്മരാശിയിലാണ്. ഇതിനാൽ തന്നെ നിങ്ങളുടെ ചിന്താഗതിയിലും ശാരീരികമായ ഊർജ്ജസ്വലതയിലും വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടാം. ഉച്ചസ്ഥനായ ശുക്രൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക വശ്യത നൽകും. മറ്റുള്ളവരെ ആകർഷിക്കാനും സദസ്സുകളിൽ ശ്രദ്ധിക്കപ്പെടാനും ഇതിനാൽ നിങ്ങൾക്ക് സാധിക്കും. 3-ാം ഭാവത്തിന്റെയും അഷ്ടമഭാവത്തിന്റെയും അധിപനായ ശുക്രനും 11, 12 എന്നീ ഭാവങ്ങളുടെ അധിപനായ ശനിയും യോഗം ചെയ്യുന്നത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. 8-ാം അധിപൻ ലഗ്നത്തിൽ വരുന്നത് പൊതുവെ ആരോഗ്യത്തെ ബാധിക്കാം എന്ന് പറയാറുണ്ടെങ്കിലും ഇവിടെ ശുക്രൻ ഉച്ചസ്ഥിതിയിലായതിനാൽ ആയുർബലവും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തും ലഭിക്കും. മാത്രമല്ല അപ്രതീക്ഷിതമായ ധനലാഭത്തിന് ഇത് വഴിതെളിക്കും. ഇൻഷുറൻസ്, പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ പങ്കാളിയിലൂടെയുള്ള സാമ്പത്തിക നേട്ടം എന്നിവ ഈ യോഗത്തിന്റെ ഫലമായി ലഭിക്കും. ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു. ഇത് നല്ലൊരു പങ്കാളിയെ ലഭിക്കാനും സന്തുഷ്ടമായ കുടുംബ ജീവിതത്തിനും സഹായിക്കും. കൂടാതെ ഈ സമയം പ്രണയ സാഫല്യം കൈവരുന്നതിനും സാധ്യതയുണ്ട്. ജന്മരാശിയിൽ ശനിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ തമാശകളേക്കാൾ ജീവിതത്തിലെ ഗൗരവമായ കാര്യങ്ങൾക്കായിരിക്കും നിങ്ങൾ മുൻഗണന നൽകുന്നത്. അനാവശ്യമായ ആഡംബരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശനി നിങ്ങളെ പ്രേരിപ്പിക്കും. ശുക്രന്റെ ഉച്ചസ്ഥിതി പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു തന്നേക്കാം. ആഡംബര വസ്തുക്കൾ വാങ്ങാനോ വീട് അലങ്കരിക്കാനോ ഉള്ള ആഗ്രഹം മാർച്ച് 26 വരെയുള്ള കാലഘട്ടത്തിൽ ശക്തമാകും. എന്നാൽ ശനി ഇവിടെ നിൽക്കുന്നതിനാൽ അനാവശ്യ ചെലവുകൾക്ക് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മികച്ച സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കൂ എന്ന പാഠം ശനി നൽകുന്നു. ശനി കർമ്മത്തിന്റെ ഗ്രഹമായതിനാൽ ജോലിയിൽ അലസത കാണിക്കുന്നത് തിരിച്ചടിയാകും. എന്നാൽ ശുക്രൻ നൽകുന്ന ക്രിയേറ്റീവ് ചിന്തകൾ ജോലിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ നിങ്ങളെ സഹായിക്കും. സിനിമ, സംഗീതം, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് സുവർണ കാലഘട്ടമാണ്. ശുക്രൻ പ്രണയകാരകനാണ്. ഉച്ചത്തിലുള്ള ശുക്രൻ പ്രണയം തുറന്നു പറയുന്നതിനോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പ്രണയ സാഫല്യം കൈവരിക്കുന്നതിനോ സഹായിക്കുന്നു. എന്നാൽ ശനിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പ്രണയബന്ധങ്ങളിൽ കള്ളത്തരങ്ങൾ നടക്കില്ല. ബന്ധങ്ങളിൽ അച്ചടക്കവും സത്യസന്ധതയും ശനി പ്രദാനം ചെയ്യും. 11-ാം ഭാവാധിപത്യം വഹിച്ച ശനി ജന്മഭാവത്തിൽ നിൽക്കുന്നത് പുതിയ വരുമാന മാർഗങ്ങൾ കൈവരുന്നതിനെ സൂചിപ്പിക്കുന്നു. ശ്രമിച്ചു കഴിഞ്ഞാൽ മികച്ചതും നീണ്ടു നിൽക്കുന്നതുമായ വരുമാനം നേടുന്നതിന് ഈ യോഗം നിങ്ങളെ സഹായിക്കും. വിവാഹം നോക്കുന്നവർക്ക് വിവാഹ ആലോചനകളിൽ തീരുമാനമാകാൻ ഈ കാലയളവ് അനുയോജ്യമാണ്. എന്നാൽ തീരുമാനങ്ങൾ ധൃതി പിടിച്ചെടുക്കരുത്. സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ വളരെയധികം ആത്മാർത്ഥത പുലർത്തുകയും സഹോദരങ്ങൾക്ക് സാമ്പത്തികമായോ മറ്റോ ചില സഹായങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ ഇടയാകും. ശാരീരികമായി ചെറിയ അസ്വസ്ഥതകളോ കാലുകൾക്ക് വേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശുക്രൻ നൽകുന്ന സുഖലോലുപത ആരോഗ്യത്തെ ബാധിക്കാതെ നോക്കണം. ശനിയുടെ സ്ഥിതി നിമിത്തം കൃത്യമായ വ്യായാമം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ശനിക്ക് 12-ാം ഭാവാധിപത്യം ഉള്ളതിനാൽ സ്വന്തം കാര്യത്തിനായോ ആരോഗ്യവർദ്ധനവിന് വേണ്ടിയോ പണം ചിലവഴിക്കും.
മീനം ഒരു ആത്മീയ രാശിയായതിനാൽ ശനിയുടെ സ്വാധീനം നിങ്ങളെ ഏകാന്തതയിലേക്കും ആത്മചിന്തയിലേക്കും നയിച്ചേക്കാം. ധ്യാനം, പ്രാർത്ഥന എന്നിവയിലൂടെ മാനസിക സമാധാനം കണ്ടെത്താൻ സാധിക്കും. വളരെ കാലമായി പോകണം എന്നാഗ്രഹിച്ച തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും ഈ സമയം ഇടയാകും. ചുരുക്കത്തിൽ മാർച്ച് 26 വരെയുള്ള ഈ കാലയളവ് മീനക്കൂറുകാർക്ക് പരീക്ഷണങ്ങളും നേട്ടങ്ങളും ഒരുപോലെ നൽകുന്ന സമയമാണ്. ഉച്ചസ്ഥനായ ശുക്രൻ ഭാഗ്യവും സൗന്ദര്യവും നൽകാൻ ശ്രമിക്കുമ്പോൾ ശനി നിങ്ങളെ അച്ചടക്കത്തിലേക്കും യാഥാർത്ഥ്യബോധത്തിലേക്കും നയിക്കുന്നു. ആഡംബരങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിന്നാലെ പായാതെ വിവേകത്തോടെ പ്രവർത്തിച്ചാൽ ഈ ശനി ശുക്ര യോഗം വഴി വലിയ വ്യക്തിത്വ വികാസം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തതായി കുംഭക്കൂറുകാർ. കുംഭക്കൂറുകാരായ അവിട്ടം അവസാന 2 പാദക്കാർ, ചതയം നക്ഷത്രം, പൂരുരുട്ടാതി ആദ്യ 3 പാദങ്ങളിൽ ജനിച്ചവർക്ക് മാർച്ച് 26 വരെയുള്ള കാലയളവ് ഗുണപ്രദമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇത് ധനപരമായും കുടുംബപരമായും വളരെയധികം മാറ്റങ്ങൾ കൈവരുന്ന ഒരു കാലഘട്ടമാണ്. ലൗകിക സുഖങ്ങളുടെ പ്രതീകമായ ശുക്രൻ ഉച്ചബലത്തിൽ നിൽക്കുമ്പോൾ നീതിയുടെയും അച്ചടക്കത്തിന്റെയും പ്രതീകമായ ശനി അവിടെ കൂടിച്ചേരുന്നത് ഒരു വശത്ത് സമൃദ്ധിയും മറുവശത്ത് കടുത്ത നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നു. മീനം രാശി എന്നത് കുംഭക്കൂറിനെ സംബന്ധിച്ച് ധനസ്ഥാനമാണ്. ഇവിടെ കർമ്മധർമ്മ ഭാവങ്ങളുടെ അധിപനായ ശുക്രനും ജന്മഭാവത്തിന്റെ അധിപനായ ശനിയും സംഗമിക്കുമ്പോൾ ധനപരമായി വളരെ മികച്ച നേട്ടങ്ങൾ കൈവരും. ശുക്രൻ ഉച്ചനായി നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ ധനലാഭത്തിന് സാധ്യതയുണ്ട്. ലോട്ടറി, ബിസിനസ് ഓർഡറുകൾ, പഴയതോ തനിക്ക് അറിവില്ലാതിരുന്നതോ ആയ നിക്ഷേപങ്ങൾ മുതലായവയിലൂടെയും മറ്റും വലിയ നേട്ടങ്ങൾ ഈ സമയത്ത് കൈവരാൻ സാധ്യതയുണ്ട്. ശുക്രൻ ധനസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ആഡംബര വസ്തുക്കൾ കൈവശം വന്നുചേരാം. എന്നാൽ 12ാം ഭാവാധിപനായ ശനിയുടെ സാന്നിധ്യം ധനഭാവത്തിൽ ഉള്ളതിനാൽ പണം ചെലവാക്കുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. വരവിനേക്കാൾ കൂടുതൽ ചെലവ് എന്ന അവസ്ഥ ഉണ്ടാകാതെ നോക്കുക. ഈ സമയത്ത് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത് ഗുണകരമാകും. മീനം രാശി കുംഭക്കൂറുകാരുടെ സംസാരത്തെ കൂടി സ്വാധീനിക്കുന്ന ഇടമാണ്. ശുക്രന്റെ സ്വാധീനം കാരണം നിങ്ങളുടെ വാക്കുകളിൽ ഒരു ആകർഷണീയതയുണ്ടാകും. വാക്കുകളുടെ വശ്യതയാൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും. അതേസമയം ശനി കൂടെ ഉള്ളതിനാൽ അനാവശ്യമായി സംസാരിക്കുന്നത് ഒഴിവാക്കണം. കള്ളം പറയുന്നതോ അതിശയോക്തി കലർത്തുന്നതോ ഈ സമയത്ത് തിരിച്ചടിയായേക്കാം. സംഭാഷണം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് വളരെ മികച്ച അവസരങ്ങളും മറ്റും ഈ സമയം തേടി വരും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ ഈ കാലയളവ് വലിയ പ്രാധാന്യം അർഹിക്കുന്നു. മാർച്ച് 26 വരെയുള്ള സമയത്ത് വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനോ വിരുന്നുകൾ സംഘടിപ്പിക്കാനോ സാധ്യതയുണ്ട്. നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരം ശുക്രൻ ഒരുക്കിത്തരും. എന്നാൽ അമിതമായ മധുരമോ ആഡംബര ഭക്ഷണങ്ങളോ ശീലമാക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കാം. ഈ യോഗം നിമിത്തം കുടുംബത്തിലെ മുതിർന്നവരോടുള്ള കടമകൾ നിറവേറ്റാൻ ശനി നിങ്ങളെ നിർബന്ധിതരാക്കും. ചിലപ്പോൾ കുടുംബഭാരം നിങ്ങളുടെ ചുമലിലായി എന്ന് തോന്നിപ്പിക്കാം. എന്നാൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമാകും. മുഖത്തോ കണ്ണുകൾക്കോ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടാൻ വൈകരുത്. ഈ ഗ്രഹയോഗം നിങ്ങൾക്ക് ഒരുതരം ആത്മീയമായ ലൗകികത നൽകും. പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം ഒരു വശത്തും ആത്മീയമായ ചിന്തകൾ മറുവശത്തും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ 7ാം ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതിനാൽ ശനിയുടെയും ശുക്രന്റെയും യോഗം കണ്ടകശനി ദോഷഫലങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നതാണ്. പണമിടപാടുകളിലും സംസാരത്തിലും മിതത്വം പാലിച്ചാൽ മാർച്ച് 26 വരെയുള്ള കാലയളവ് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും കുടുംബ സമാധാനവും നൽകുന്ന ഒന്നായി മാറും. അടുത്തതായി മകരക്കൂറുകാർ. മകരക്കൂറുകാരായ ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി വരെയുള്ളവർക്ക് മാർച്ച് 26 വരെയുള്ള കാലയളവ് അത്യന്തം പരിവർത്തനങ്ങൾ നിറഞ്ഞതും എന്നാൽ ശുഭസൂചനകൾ നൽകുന്നതുമാണ്. മകരക്കൂറിന്റെ 3ാം ഭാവമായ മീനം രാശിയിലാണ് ഇപ്പോൾ ശനിയും ഉച്ചസ്ഥനായ ശുക്രനും ഒന്നിച്ചു നിൽക്കുന്നത്.
മകരക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവം എന്നത് ധൈര്യം, വീര്യം, സഹോദരങ്ങൾ, ആശയവിനിമയം, ചെറിയ യാത്രകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ സ്ഥാനത്ത് ശനിയും ഉച്ചസ്ഥനായ ശുക്രനും ഒന്നിക്കുന്നത് നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മകരക്കൂറുകാർക്ക് ധനഭാവത്തിന്റെയും ജന്മഭാവത്തിന്റെയും അധിപനായ ശനിയും ധർമ്മകർമാധിപനായ ശുക്രനും യോഗം ചെയ്യുന്നത് ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് സമ്മാനിക്കും. മൂന്നാം ഭാവത്തിൽ ഗ്രഹയോഗം സംഭവിക്കുന്നതിനാൽ സഹോദരങ്ങൾ നിമിത്തം നേട്ടമുണ്ടാകും. അവർ നിമിത്തം വിദേശത്തേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ അവരിൽ നിന്നും അപ്രതീക്ഷിതമായി ധനസഹായമോ മറ്റോ ലഭിക്കുന്നതിനും ഇടയാകും. ഈ സമയത്ത് ശത്രുതയിലായിരുന്ന ബന്ധുക്കൾ തമ്മിൽ ചേരുന്നതിനും സാധ്യതയുണ്ട്. മാത്രമല്ല, ഇവർ ജീവിതത്തിൽ നേരിട്ടിരുന്ന എല്ലാവിധ വെല്ലുവിളികളെയും സ്വന്തം പൗരുഷം കൊണ്ട് നേരിട്ട് തോൽപ്പിക്കാൻ ഇടയാകും. ശത്രുക്കളുടെ ഭീഷണിയൊന്നും ഈ സമയത്ത് വിലപ്പോകുന്നതല്ല. ശുക്രന് പുത്രഭാവത്തിന്റെ ആധിപത്യമുള്ളതിനാൽ മക്കൾ നിമിത്തം വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അവർ വിദേശത്തേക്ക് പോകുന്നതിനോ പഠനം പൂർത്തിയാക്കി ജോലിയിൽ കയറുന്നതിനോ ഈ സമയം ഇടയാകുന്നതാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് പൊതുവെ ഗുണകരമാണ്. ഇത് നിങ്ങൾക്ക് തളരാത്ത മനക്കരുത്തും കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവും നൽകും. ശുക്രൻ ഉച്ചനായി കൂടെ ഉള്ളതിനാൽ വെറും കഠിനാധ്വാനം മാത്രമല്ല, ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാൻ ഈ ഗ്രഹയോഗം നിങ്ങളെ സഹായിക്കും. സഹോദര സ്ഥാനമായ മൂന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് സഹോദരങ്ങളിൽ നിന്നുള്ള സ്നേഹവും സഹായവും ഉറപ്പാക്കുന്നു. എന്നാൽ ശനിയുടെ സാന്നിധ്യം ചിലപ്പോൾ സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിനോ കാരണമായേക്കാം. ശുക്രൻ ഉച്ചനായി നിൽക്കുന്നതിനാൽ എഴുത്ത്, പ്രസംഗം, അഭിനയം തുടങ്ങിയ കലാപരമായ മേഖലകളിലുള്ളവർക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ആകർഷണീയത ഉണ്ടാകും. ശനിയുടെ സ്വാധീനം കാരണം സാങ്കേതിക വിദ്യകളിലും വിനിമയ ഉപാധികളിലും പുതിയ അറിവുകൾ സമ്പാദിക്കാൻ ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല, ശുക്രന് കർമ്മഭാവത്തിന്റെ ആധിപത്യമുള്ളതിനാൽ ഇവർക്ക് ജോലിയിൽ പ്രകടമായ മാറ്റങ്ങൾ ദൃശ്യമാകും. ജോലിയിൽ ഉയർച്ചയോ മുൻപ് തടസ്സപ്പെട്ട് കിടന്നിരുന്നതായ കുടിശ്ശികയോ അല്ലെങ്കിൽ ഇൻക്രിമെന്റോ മറ്റോ ഈ കാലയളവിൽ അപ്രതീക്ഷിതമായി കൈവന്ന് ചേരുകയും ചെയ്യും. തൊഴിൽപരമായോ വ്യക്തിപരമായോ ധാരാളം ചെറിയ യാത്രകൾ ഈ കാലയളവിൽ നടത്തേണ്ടി വരും. ശുക്രന്റെ സാന്നിധ്യം ഈ യാത്രകളെ ആസ്വാദ്യകരമാക്കുമ്പോൾ ശനി അവയിൽ നിന്ന് കൃത്യമായ ഫലം ഉറപ്പാക്കുന്നു. വീട് മാറാനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ മാറ്റങ്ങൾക്കോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. മടിയെ പാടെ മാറ്റിവെച്ച് സജീവമാകാൻ ഈ ഗ്രഹയോഗം നിങ്ങളെ പ്രേരിപ്പിക്കും. ശാരീരികമായി കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും സാമൂഹികമായി കൂടുതൽ സജീവമാകാനും ഈ കാലയളവ് സഹായിക്കും. അയൽവാസികളുമായുള്ള ബന്ധം മെച്ചപ്പെടും. മകരക്കൂറുകാർക്ക് ഏഴര ശനിയുടെ അവസാന ഘട്ടമാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹമായ ഫലം ലഭിക്കുന്ന സമയമാണിത്. ഭയപ്പെടാതെ മുന്നോട്ട് പോകാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും മാർച്ച് 26 വരെയുള്ള ഈ കാലയളവ് നിങ്ങൾക്ക് അനുകൂലമാണ്. ശനി അച്ചടക്കത്തെ സ്നേഹിക്കുന്ന ഗ്രഹമായതിനാൽ ശുക്രൻ നൽകുന്ന ആഡംബരങ്ങളിൽ മുഴുകി ലക്ഷ്യബോധം നഷ്ടപ്പെടാതെ നോക്കണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.